തന്നെ ഇപ്പം ശാസ്ത്രം പറഞ്ഞതുകൊണ്ട് ഒരു പെട്ടെന്ന് മനസ്സിലാവുന്നിട്ടുള്ള ഒരു കാര്യം പറയാം. ഇപ്പോൾ ഹോമിയോപ്പതി ശാസ്ത്രമല്ല എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ആ സ്റ്റേറ്റിലെ ഗവർണർ, ഏത് സ്റ്റേറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ആ ഗവർണറെ നമ്മൾ ചെയ്യരുതല്ലോ, ഡിഫെയിം ചെയ്യരുത്. അദ്ദേഹം ഒരു കുറേ ശാസ്ത്രജ്ഞന്മാര് ഹോമിയോപ്പതിയിൽ പലതും എക്സ്പെരിമെന്റലി പ്രൂവ്ഡ് അല്ല എന്നൊരു വാദമുണ്ട്. അപ്പൊ അവരെല്ലാം കൂടി അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് പറഞ്ഞു, ഈ യൂണിവേഴ്സിറ്റികളിൽ, കാരണം ചാൻസലർ ആണല്ലോ ഗവർണർ, നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ഹോമിയോപ്പതി കോഴ്സ് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മെമ്മോറാണ്ടം കൊടുത്ത സമയത്ത് അദ്ദേഹം അതൊക്കെ മേടിച്ചു വെച്ചിട്ട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ 10-40 വർഷമായിട്ട് ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിലാണ്, അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് എന്നിൽ ഫലിക്കണമുണ്ട്. അപ്പൊ ശാസ്ത്രം എന്നുള്ളതിന്റെ ഡെഫിനേഷൻ അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ പിന്നെ സമ്മതിച്ചു കൊടുക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം, മനുഷ്യന് ഉപകാരപ്രദമായിട്ടുള്ളതൊക്കെ ശാസ്ത്രം എന്ന് നമ്മൾ സമ്മതിക്കണം. അപ്പോൾ ഈ പിന്നെ അസ്ട്രോണമി എന്ന് പറയുന്നത് അസ്ട്രോളജിക്കൽ മാത്രമല്ല, ബാക്കി പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ മെഡിസിൻ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമാവും അല്ലെങ്കിൽ അസുഖം മാറും എങ്കിൽ അത് പ്രൂവ്ഡ് ആണോ ഡിസ്പ്രൂവ്ഡ് ആണോ എന്നുള്ളത്, അല്ലെങ്കിൽ പല കാര്യങ്ങളും ശാസ്ത്രത്തിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്നു, ഇന്ന് പ്രൂവ് ചെയ്യും. എന്റെ തിസിസിൽ ഞാനൊരു PhD സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നത്, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് പറയുന്നു, അപ്പൊ അതിന് എനിക്ക് PhD തരും. അത് നാളെ ഏതെങ്കിലും ഒരാൾ തെറ്റാണെന്ന് പ്രൂവ് ചെയ്ത് അയാൾക്കും PhD കൊടുക്കും. എന്റെ PhD തിരിച്ചു മേടിക്കില്ലല്ലോ. അപ്പൊ ശാസ്ത്രം എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്നതാണെന്ന് നമ്മൾ ധരിക്കരുത്. പെർമനന്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഏതൊരു കാര്യം അതാണ് സ്ഥായിയായ ശാസ്ത്രം. അത് സയൻസ് അല്ല. നമ്മുടെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണത്. അപ്പൊ സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡേൺ സയൻസ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റിൽ നിന്ന് നമ്മുടെ ഭാരതീയ ശാസ്ത്രത്തെ കുറച്ച് മാറിക്കാണണം. ഭാരതീയ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു വലിയൊരു ശാസ്ത്രമാണ്. അതിൽ സയൻസ് വളരെ തുച്ഛമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറും. മറ്റൊരു ഉദാഹരണം പറയാറുള്ളത്, ഞാൻ രാവിലെ നമ്മൾ കുളിക്കാൻ പോകുന്ന സമയത്ത് കയ്യിൽ വെള്ളമെടുത്തിട്ട് ഗംഗയെ യമുനയെ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കുളിക്കുക. ഭാരതത്തിലുള്ള എല്ലാ നദികളെയും കണക്ട് ചെയ്തുകൊണ്ട് അന്ന് രാവിലെ ചെല്ലുന്ന മന്ത്രം എത്ര വർഷം പഴക്കമുണ്ടെന്ന് നമുക്ക് ഓർക്കാൻ സാധിക്കും. അതിന്റെ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ